ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നാളെ 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഗണിതം അല്ലെ, മാത്സ് ആണ് എക്സാം വരുന്നത്. അപ്പൊ ടീച്ചർ നിങ്ങൾക്കുള്ള പരീക്ഷാ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ കൂട്ടുകാര് എന്ത് ചെയ്യാം, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. എന്നിട്ട് നാളത്തെ എക്സാമിന് മുഴുവൻ മാർക്ക് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഓക്കെ മക്കളെ, അപ്പൊ വേഗം നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോയാലോ. അതിലോട്ട് പോകുന്നതിന് മുന്നേ ടീച്ചർ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, അപ്പൊ 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഏതെല്ലാം തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെ. ഇവിടെ ശ്രദ്ധിച്ചേ മക്കളെ, കൂട്ടുകാർക്ക് ഒരു ചോദ്യം അളവുകളും യൂണിറ്റുകളുമായി ബന്ധപ്പെടുത്തിയിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. നമുക്ക് ഈ അടുത്ത് തന്നെ ഒരു ആനുവൽ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഹൈസ്കൂൾ അറ്റാച്ച്ഡ് സ്കൂളുകളിലെ LP ക്ലാസ്സിലെ കൂട്ടുകാർക്ക്. അപ്പൊ അവർക്ക് എക്സാം നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കൂട്ടുകാർക്കും ഈ അളവുകളും യൂണിറ്റുകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെങ്ങനെയാ എന്നുള്ളത് ടീച്ചർ പറയാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ മക്കളെ. നമ്മുടെ ഉയരമില്ലേ, നമ്മുടെ ഹൈറ്റ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ് മക്കളെ? ഹൈറ്റ് എന്തിലാണ് നമ്മൾ പറയാ? സെന്റിമീറ്ററിലാണ് പറയാ അല്ലെ. വെയിറ്റ് നമ്മൾ എന്തിലാണ് പറയാ? കിലോഗ്രാമിലാണ് പറയാ അല്ലെ. അപ്പൊ ആ രണ്ട് കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അത് നമുക്ക് ഈ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ ഒരു ടേബിൾ നോക്കിക്കേ മക്കളെ. ടീച്ചർക്ക് കുറച്ച് അളവുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കിക്കുക, ആദ്യം 500 ഗ്രാം ആണുള്ളത്. അപ്പൊ ഈ 500 ഗ്രാം ഞാൻ എത്ര തവണ എടുത്തു? 2 തവണ എടുത്തു. 500 ഗ്രാം 2 തവണ എടുത്താൽ എത്രയായിരിക്കും മക്കളെ അത് മാറുക? എത്രയായിരിക്കും അത്? എത്ര കിലോഗ്രാം ഉണ്ടായിരിക്കും? 1 കിലോഗ്രാം ഉണ്ടായിരിക്കും അല്ലെ. 500 ഗ്രാം ഞാൻ 2 തവണ എടുക്കുകയാണെങ്കിൽ എന്തായിട്ട് മാറും? 1 കിലോഗ്രാം ആയിരിക്കും അല്ലെ. അപ്പൊ ആ കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ 200 ml ഞാൻ എടുത്തത് 4 തവണയാണ്. 200 ml 4 തവണ എടുക്കുകയാണെങ്കിൽ എത്രയായിട്ട് മാറും മക്കളെ? 200 ml 4 തവണ എടുക്കുകയാണെങ്കിൽ എത്രയായിട്ട് മാറും? 800 ml ആയിട്ട് മാറും അല്ലെ. മില്ലി ലിറ്റർ ആയിട്ട് മാറും അല്ലെ. അടുത്ത് നോക്കിക്കേ മക്കളെ, 1 ലിറ്റർ 3 തവണ എടുത്താൽ എത്രയായിട്ട് മാറും മക്കളെ? 3 ലിറ്റർ ആയിട്ട് മാറും അല്ലെ. അപ്പം ഇതുപോലെ അളവുകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ മക്കൾക്ക് വരും കേട്ടോ. മക്കൾ എന്ത് ചെയ്യുക, ആ ഭാഗം ഒന്ന് നോക്കിയിട്ട് പോവുക. പാഠപുസ്തകത്തിൽ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒന്നുകൂടി മക്കൾ ചെയ്ത് നോക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ ടീച്ചർ എന്ത് ചെയ്യുക, ഈ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നമ്മുടെ ചാനലിലോട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ആ വീഡിയോ കൂടി മക്കൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും കാണുക കേട്ടോ. എങ്ങനെയാണ് ആ ചോദ്യങ്ങൾ വന്നത് എന്നുള്ള കാര്യം നോക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ മക്കൾക്ക് ഒരു ചോദ്യം വരാം അളവുകളുമായി ബന്ധപ്പെടുത്തിയിട്ട്. ഓക്കെ മക്കളെ, പിന്നെ മക്കൾക്ക് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് ക്ലോക്കുമായി ബന്ധപ്പെടുത്തിയിട്ട് കേട്ടോ. ക്ലോക്കുമായി ബന്ധപ്പെടുത്തിയിട്ട് എന്ത് വരാം, നിങ്ങൾക്ക് ചോദ്യം വരാം. അതെങ്ങനെയാ വരാന്ന് വെച്ചാൽ നിങ്ങൾക്ക് 1-2 ക്വസ്റ്റ്യൻസ് ക്ലോക്കിൽ സമയം തരും, ചിത്രീകരിച്ച് തരും കേട്ടോ. ഒരു ക്ലോക്ക് തരും, അതിലൊരു സമയം ചിത്രീകരിച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അത് എത്രയാണ് സമയം എന്നുള്ളത് മക്കൾക്ക് തന്നിട്ടുള്ള കോളത്തിൽ എഴുതാനായിട്ട് പറയും കേട്ടോ. അപ്പം എന്ത് ചെയ്യുക, സമയം നോക്കാൻ പ്രയാസമുള്ള ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് പഠിച്ചോളാം. നമുക്ക് നാളത്തെ എക്സാമിന് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ ക്ലോക്ക് തന്നിട്ട് സമയം എഴുതാനായിട്ട് പറയും. അതുപോലെ തന്നെ മക്കളടുത്ത് പറയുന്ന മറ്റൊരു കാര്യമാണ്, ഏതെങ്കിലും ഒരു സമയം പറയും. ഇപ്പം 7 മണി അല്ലെങ്കിൽ 8 മണി അല്ലെങ്കിൽ 9:30 അല്ലെ, 9:30 എന്നൊക്കെ മക്കൾക്ക് സമയം തരും. എന്നിട്ട് എന്ത് ചെയ്യുക, ആ സമയത്തെ ക്ലോക്കിൽ വരച്ച് ചേർക്കാനായിട്ടും പറയും. അപ്പൊ നിങ്ങൾക്ക് ക്ലോക്കിന്റെ ഔട്ട്ലൈൻ അവിടെ തന്നിട്ടുണ്ടായിരിക്കും. മക്കൾ ഇതിൽ എന്ത് ചെയ്താൽ മതി, ക്ലോക്കിലെ സൂചികൾ കറക്റ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കുക, മിനിറ്റ് സൂചി എവിടെ വെക്കണം, മണിക്കൂർ സൂചി എവിടെ വെക്കണം എന്നുള്ള കാര്യമൊക്കെ മക്കള് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അത്തരത്തിൽ എന്ത് ചെയ്യുക, ഒരു 1-2 ക്ലോക്കുകൾ മക്കള് വരച്ച് പഠിക്കുക. ഇന്ന് തന്നെ പഠിക്കുക കേട്ടോ. നമുക്ക് നാളത്തെ എക്സാമിന് ക്ലോക്കുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ വരും. അതുപോലെ തന്നെ ക്ലോക്കിൽ നിന്ന് ബന്ധപ്പെടുത്തിയിട്ട് വരാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മളിപ്പം എന്തെങ്കിലും ഒരു പ്രോഗ്രാം തുടങ്ങുക. നമ്മുടെ സ്കൂളിൽ ആനുവൽ ഡേ ആണെന്ന് വിചാരിക്കും. അപ്പം എന്ത് ചെയ്തു, രാവിലെ 9 മണിക്ക് എന്ത് ചെയ്തു, ആനുവൽ ഡേ തുടങ്ങി. എന്നിട്ട് അവസാനിപ്പിച്ചത് ഉച്ചയ്ക്ക് 12 മണിയാണ് കേട്ടോ. ഉച്ചയ്ക്ക് 12 മണിയായപ്പം എന്ത് ചെയ്തു, പ്രോഗ്രാം അവസാനിപ്പിച്ചു. എങ്കിൽ എത്ര സമയമായിരുന്നു അല്ലെങ്കിൽ എത്ര മണിക്കൂറായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത്? എത്ര മണിക്കൂറായിരിക്കും മക്കളെ? 9 to 12 മണി വരെയുള്ളത്. അപ്പൊ എത്ര മണിക്കൂർ ഉണ്ടായിരിക്കും? അതെ, 3 മണിക്കൂറായിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ. അത്തരത്തിൽ ഒരു ചോദ്യം മക്കൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ചിലപ്പം എവിടേക്കെങ്കിലും യാത്ര പോയിട്ടുള്ള കാര്യം പറയാം. അതായത് രാവിലെ 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി 2 മണിക്കൂർ യാത്ര ചെയ്തിട്ട് എന്ത് ചെയ്തു, നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എന്ത് ചെയ്തു, നമ്മളിപ്പോൾ കോഴിക്കോടേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ മലപ്പുറത്തേക്കാണ് പോകുന്നത്. അപ്പം രാവിലെ 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, നമ്മൾ മലപ്പുറം എത്തി. എങ്കിൽ യാത്രയ്ക്ക് എടുത്തിട്ടുള്ള സമയം എത്രയാണ് എന്നുള്ള രീതിയിലൊക്കെ മക്കൾക്ക് എന്ത് വരാം, ചോദ്യങ്ങൾ വരാം. അപ്പം അത്തരത്തിൽ മക്കൾ ചെയ്ത് പഠിച്ചിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നോക്കിയിട്ട് പോവുക. അതുമായിട്ട് ക്ലോക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ മക്കൾക്ക് വരൂ കേട്ടോ. നമുക്ക് ഈ കഴിഞ്ഞ എക്സാമിലും ചോദിച്ചിട്ടുണ്ടായിരുന്നേ.
ഓക്കെ മക്കളെ, പിന്നെ മക്കൾക്ക് വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നോട്ടുകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യം പ്രതീക്ഷിക്കുക കേട്ടോ. അതും നമുക്ക് ഈ കഴിഞ്ഞ എക്സാമിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ നോക്കിക്കേ മക്കളെ, നമുക്കിപ്പോ ഒരു 500 രൂപയാണ് വേണ്ടത്. 500 രൂപയ്ക്ക് നമ്മൾ 100 രൂപയുടെ എത്ര നോട്ടുകൾ എടുക്കും മക്കളെ? 100 രൂപയുടെ എത്ര നോട്ടുകൾ എടുക്കും? നമുക്കറിയാലേ, 5 ഗുണിക്കണം 100 ആണ് എന്തെന്ന് പറയുന്നത് 500 എന്ന് പറയുന്നത് അല്ലേ. 5 ഗുണിക്കണം 100 ആണ് എന്തെന്ന് പറയുന്നത് 500 എന്ന് പറയുന്നത് അല്ലേ. ഇനി നോക്കട്ടെ മക്കളെ, 500 രൂപ കിട്ടാൻ 10 രൂപയുടെ എത്ര നോട്ടുകൾ എടുക്കണം? 10 രൂപയുടെ എത്ര നോട്ടുകൾ എടുക്കണം? 10 ഗുണം 50 ആണ് എന്തെന്ന് പറയുന്നത് 500 എന്ന് പറയുന്നത് അല്ലേ. 10 ഗുണം 50 ആണ് 500 എന്ന് പറയുന്നത്. അതായത് 10 രൂപയുടെ 50 നോട്ടുകൾ എടുക്കണം. പിന്നെ മക്കൾക്ക് അടുത്ത് പറയാണ് 200ന്റെയും അതുപോലെ തന്നെ 100ന്റെയും, അതായത് രണ്ട് വ്യത്യസ്ത ഇനം നോട്ടുകൾ എടുക്കുകയാണെങ്കിൽ ഏതൊക്കെ നോട്ടുകളാണ് 500 രൂപയാവാൻ വേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 200 രൂപ നോട്ടുകളും 100 രൂപ നോട്ടുകളും എടുക്കുക അല്ലെ. 200 രൂപയുടെ എത്ര നോട്ടുകൾ എടുക്കണം മക്കളെ? നമുക്ക് 2 നോട്ട് എടുക്കാം അല്ലെ. 2 ഗുണിക്കണം 200 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ് 400 ആണെന്ന് അറിയാം. അതുപോലെ തന്നെ 100 രൂപയുടെ ഒരു നോട്ട് എടുക്കുകയാണെങ്കിൽ 100 ഗുണിക്കണം 1 എന്ന് പറയുന്നത് എത്രയാണ് 100 അല്ലെ. അപ്പൊ ടോട്ടൽ എത്രയാ മക്കളെ? എത്ര കിട്ടും? നമുക്ക് 500 കിട്ടും അല്ലെ. അപ്പം ഇതേ രീതിയിൽ ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ട് ഇപ്പൊ നമുക്കിവിടെ 500 ആണ് എടുത്തത്, എന്നിട്ട് എന്ത് ചെയ്യാം, ഏതൊക്കെ നോട്ടുകൾ ചേർന്നാൽ 500 നമുക്ക് കിട്ടാം. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇവിടെ എന്താണ് മക്കൾ ശ്രദ്ധിക്കേണ്ടത്? ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് അത് 500ലേക്ക് മാറുക എന്നുള്ളത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് 50 രൂപ നോട്ട്, 100 രൂപ നോട്ട്, അതുപോലെ തന്നെ 200 രൂപ നോട്ട്, ഇതൊക്കെ ഉണ്ടായിരിക്കുള്ളൂ അല്ലേ. അല്ലാതെ 30 രൂപയും 40 രൂപയും നോട്ടുകളായിട്ട് മക്കൾ എഴുതാനായിട്ട് പാടില്ല. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം ഈ നോട്ടുകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇത്തരത്തിൽ നമുക്ക് ഒരു ചോദ്യം വരാം കേട്ടോ. നമുക്ക് ഈ കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. ടീച്ചർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ചാനലിലോട്ട് ഇടാം കേട്ടോ. അപ്പൊ അത് കാണുമ്പോൾ കൂട്ടുകാർക്ക് കൂടുതൽ ക്ലിയർ ആവും. ഓക്കെ മക്കളെ, പിന്നെ മക്കൾക്കുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇവിടെ നോക്കിക്കേ, ഇവിടെ 2 ടീം ഉണ്ട് കേട്ടോ. ടീം എയും ഉണ്ട്, ടീം ബിയും ഉണ്ട്. ഇവർ 2 ടീമായിട്ട് ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ടീം എയിൽ എന്തുണ്ട്? അനു, മനു, സാനു എന്ന് പറയുന്ന 3 ആൾക്കാരുണ്ട്. ടീം ബിയിലും കുറച്ച് പേരുണ്ട് കേട്ടോ, കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അപ്പം എന്ത് ചെയ്തു, ടീം എയും ടീം ബിയുടെയും മാർക്ക് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. ടീം ബിയുടെ ടോട്ടൽ മാർക്ക് തന്നിട്ടുണ്ട്. ടീം എയിൽ ഓരോരുത്തരും സ്കോർ ചെയ്തിട്ടുള്ള മാർക്കാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പം ഇത്തരത്തില് ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, മക്കളത് ചോദിക്കും. ഇപ്പൊ ഇവിടെ നമുക്ക് ടീം ബിന്റെ മാർക്ക് തന്നില്ലേ, ടീം എക്ക് എത്ര മാർക്കാണ് കിട്ടിയിട്ടുള്ളത്, ടീം എയുടെ സ്കോർ എത്രയാന്ന് ചോദിക്കും. അത് കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ഓരോരുത്തരും എടുത്തിട്ടുള്ള സ്കോറുകൾ തമ്മിൽ ആഡ് ചെയ്താൽ പോരെ, കൂട്ടിയാൽ പോരെ. ഇവിടെ നോക്കിക്കാൻ മക്കളെ, നമുക്കറിയാം അനു 125 പോയിന്റ്സ് എടുത്തിട്ടുണ്ട്, മനു 130 പോയിന്റ്സ് എടുത്തിട്ടുണ്ട്, സാനു 75 പോയിന്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യാ, കൃത്യമായിട്ട് ഈ സ്ഥാനവിലയ്ക്കനുസരിച്ച് എഴുതിയാൽ മാത്രമേ മക്കൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. 75ന് ഇവിടുന്ന് മാറി ഇങ്ങനെ എഴുതി വെച്ചാൽ ആഡ് ചെയ്യുമ്പോൾ എന്തായി പോവും, തെറ്റിപ്പോവും. അപ്പൊ സ്ഥാനവിലയ്ക്കനുസരിച്ചിട്ട് എഴുതുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ആഡ് ചെയ്ത് എത്ര കിട്ടും? 5 + 5 എത്രയാണ്? 10 ആണ് അല്ലെ. 7 + 3 10, 10 + 2 12, 12 + 1 എത്രയാണ്? 13 അല്ലെ. 1 + 1 + 1 എത്രയാ? അപ്പൊ നമുക്ക് എത്ര കിട്ടി മക്കളെ? ടീം എക്ക് എത്ര മാർക്ക് കിട്ടി? 330 എന്ന് കിട്ടി അല്ലെ. ചിലപ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കുക ടീം എ എത്ര മാർക്ക് സ്കോർ ചെയ്തു എന്നല്ല ചോദിക്കുക, ഏത് ടീമാണ് മത്സരത്തിൽ വിജയി എന്നതാണ് ചോദിക്കുക കേട്ടോ. അങ്ങനെയാണ് നമുക്ക് തിരിഞ്ഞു വരാം. ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടാം? ആൻസർ കിട്ടാം. ചില കൂട്ടുകാരെ ഒന്ന് ഇരുത്തി ചിന്തിക്കാനായിട്ട് ചിലപ്പം ചോദിക്കും ഏത് ടീമാണ് വിജയി എന്ന് ചോദിക്കും അല്ലെ. അപ്പൊ ഇവിടെ വലിയ സംഖ്യ കാണുന്നു, 345 എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് കുഞ്ഞായിട്ടുള്ള സംഖ്യകളൊക്കെയാണ് കാണുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പെട്ടെന്ന് ഇതാണല്ലോ വലിയ സംഖ്യ എന്ന് ഓർത്തിട്ട് എഴുതാൻ പാടില്ല. എന്ത് ചെയ്യുക, 2 ടീമിന്റെയും ടോട്ടൽ സ്കോർ നോക്കുക, അത് തമ്മിൽ വെച്ച് നോക്കുക കേട്ടോ, ഏതാണ് വലിയ സംഖ്യ എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇവിടേക്ക് വരാം അല്ലെ. ടീം എക്ക് എത്രയാണ്? 330 ആണ് സ്കോർ കിട്ടിയിട്ടുള്ളത്. ടീം ബിക്ക് എത്രയാണ്? 345 ആണ് കിട്ടിയിട്ടുള്ളത് അല്ലെ. അപ്പൊ ആരായിരിക്കും മക്കളെ ആ ഒരു ഗെയിമിൽ വിജയിയായിട്ടുണ്ടായിരിക്കുക? ടീം ബി ആണ് വിജയിയായിട്ടുണ്ടായിരിക്കുക അല്ലെ. അപ്പം അത്തരത്തിലൊരു ചോദ്യം വരും. പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ടീം എയേക്കാൾ എത്ര സ്കോർ അധികമാണ് ടീം ബിക്ക്? ടീം എയേക്കാൾ എത്ര സ്കോർ അധികമാണ് ടീം ബിക്ക്? അപ്പം അങ്ങനെ ചോദിക്കാനും നമുക്ക് എന്ത് ചെയ്യാം, എന്ത് ചെയ്താൽ മതി? ഈ 2 സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ പോരെ. അതായത് 345 കുറയ്ക്കണം 330 ചെയ്താൽ മതി അല്ലേ. എത്രയാണ് മക്കളെ? 15 മാർക്ക് കൂടുതലാണ് ആർക്ക്? ടീം ബിക്ക്.
അപ്പൊ അതുപോലെ ചോദിക്കാം. ഇനി ഒരു പക്ഷേ അങ്ങനെയല്ല, മറ്റൊരു രീതിയിലും ഈ ഒരു ചോദ്യം ചോദിക്കാം. അതായത് ടീം എക്ക് വിജയിക്കണമെങ്കിൽ ഇനി എത്ര മാർക്ക് കൂടി വേണം, ടീം എക്ക് വിജയിക്കണമെങ്കിൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ നമ്മൾ എന്ത് തന്നെയാണ് ചെയ്യുന്നത്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് കാണുന്നത്. പക്ഷെ അവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മൾക്ക് എന്താണ് ചോദ്യം ചോദിച്ചത്, വിജയിക്കാനായിട്ട് എത്ര പോയിന്റ് വേണം എന്നുള്ളത് അല്ലെ. ഇവിടെ ഇപ്പം ടീം എ ഇതിലേക്ക് ഒരു 15 റൺസും കൂടി മേടിക്കുകയാണെങ്കിൽ എത്രയായി മക്കളെ, നോക്കിക്കേ, 15 റൺസും കൂടി മേടിക്കുകയാണെങ്കിൽ എത്രയായി, 345 ആണ് അല്ലേ. അതായത് ടീം ബിയുടെ അതേ സെയിം സ്കോറിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. രണ്ട് ടീമിനും സ്കോർ ഈക്വൽ ആവുകയേ ചെയ്യുള്ളൂ. അപ്പോൾ ഒരു ടീം വിജയാണ് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് കഴിയോ, ഇല്ല അല്ലെ. അപ്പൊ വിജയിക്കാൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ കണ്ടിട്ട് കിട്ടിയിട്ടുള്ള ഡിഫറൻസിലേക്ക് ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് കൊടുക്കണം, പ്ലസ് 1 ചെയ്യണം. അതായത് 16 സ്കോർ നമ്മുടെ ടീം എ എടുത്തെങ്കിൽ മാത്രമേ ആ വിജയിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അതായത് ടീം ബിയേക്കാൾ ഒരു മാർക്കെങ്കിലും അധികം ഉണ്ടെങ്കിലല്ലേ നമ്മൾ വിജയ് എന്ന് പറയുള്ളൂ. അപ്പം ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. രണ്ട് നമ്മൾ ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. വിജയിക്കാൻ എത്ര റൺസ് കൂടി വേണം എന്നുള്ളത് ചോദിക്കുമ്പോൾ ഡിഫറൻസ് കണ്ടിട്ട് അതിലേക്ക് +1 മക്കൾ ചെയ്യാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പ്രധാനമായിട്ട് നാളത്തെ എക്സാമിന് പഠിക്കുക. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, ടീച്ചർ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നമ്മുടെ ചാനലിലോട്ട് അപ്ലോഡ് ചെയ്യുക. നിർബന്ധമായിട്ടും ആ വീഡിയോ കൂടി കാണുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം ഇത്രയാണ് കൂട്ടുകാരുടെ പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ. അപ്പം എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത്. ഓക്കെ കൂട്ടുകാരെ, മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.